സാർ എന്നെ മനസ്സിലായോ? പ്രീ ഡിഗ്രിക്ക് ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. രാമേന്ദ്രൻ എത്ര പേരെ കാണുന്നതാ, എന്നാലും ഓർമ്മ വയ്ക്കാൻ ഇതുപോലെ ചില മുഖങ്ങളുണ്ട്. പെട്ടെന്ന് പിടികിട്ടില്ല. 7-8 കൊല്ലം മുമ്പ് കണ്ടതല്ലേ? 6 കൊല്ലമായി കാണും. സാറെന്നാ ഇങ്ങോട്ട് വന്നത്? വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതാ, ഒരു ചേഞ്ചിന് വേണ്ടി. താനെന്താ ഇവിടെ? എനിക്ക് ഇവിടെ അപ്പോയിന്റ്മെന്റ് ആയി, ഇംഗ്ലീഷ് ലെക്ചറായിട്ട്. ഓ, എങ്ങനെ ഒപ്പിച്ചു? ഐ മീൻ ബുദ്ധിമുട്ടി ഒരു MPയുടെ റെക്കമെൻഡേഷൻ സമ്പാദിച്ചുകൊണ്ട്. എന്തായാലും ആദ്യമായി ജോലി കിട്ടിയത് സാറും കൂടിയുള്ള ഈ കോളേജിൽ എനിക്ക് സന്തോഷം. പക്ഷെ വേണ്ടായിരുന്നു. കഴിയുന്നത് ഈ പണിക്ക് വരരുത്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ബിക്കോസ് നൗ ടീച്ചിങ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കോൺഡ്രൽ. മനസ്സിലായില്ലേ? ഒച്ചിന്റെ സുവോളജിക്കൽ നെയിമാണ് പൈല ഗ്ലോബോസ. എന്നെ ഓമനപ്പേര് വിളിച്ചാണെങ്കിലും ഇവന്മാർ സുവോളജി പഠിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. താമസിക്കാതെ രാമേന്ദ്രനും അവർ പേരിട്ടോളും. മുകളിൽ ഇടതുവശത്താണ് പ്രിൻസിപ്പളിന്റെ മുറി. ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം. പോയി ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ഇവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും ബിഗ് ഷോട്ട്സിന്റെ മക്കളാ. കുറെയൊക്കെ കണ്ട് കണ്ണടയ്ക്കണം, പലതും കേട്ടില്ല എന്ന് നടിക്കണം. എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പലരും പല തരക്കാരാ. എല്ലാ തരക്കാരുമായിട്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. എനിവേ, രാമേന്ദ്രന്റെ തുടക്കം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സിറ്റിയിലെ ഏറ്റവും വഷളം കോളേജായത്. സമയമായി, ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. Get out, bastard! Get out, bastard എന്ന് പറയുന്നത്. എഴുതടാ. I am Ranji Matthew. Oh. Silence, silence. Aliya, kalaki. Silence. You. നമ്മുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ. Mr. Mustafa, will you please keep quiet? Sit down. ഇരിയടാ. I am രാമചന്ദ്രൻ. MG രാമചന്ദ്രനാണോ? അല്ല, സാർ MN നമ്പ്യാരാണോ? രാമേന്ദ്രന്റെ കൂടെ സീതയും ഹനുമാനൊക്കെ വന്നിട്ടുണ്ടോ? സീത വന്നിട്ടില്ല, ഹനുമാനും 2-3 കുരങ്ങന്മാരും വന്നിട്ടുണ്ട്. അതൊക്കെ ആരാണെന്ന് അറ്റൻഡൻസ് എടുത്ത ശേഷം ഞാൻ പറയാം. ഉന്നാളിയാ. സ്റ്റാൻഡ് അപ്പ്. ഗെറ്റ് ഔട്ട്. സാർ അതൊന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. പലരും ഈ ക്ലാസ്സിലുള്ളവരല്ല. നിങ്ങളെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കാം. അല്ല സാറേ, ഞാൻ ക്ലാസ്സിൽ വന്നിട്ടില്ലേ കൈവക്കി വന്നിട്ടില്ല എന്ന് പറയണോ? ഇതെന്താ പ്രൈമറി സ്കൂളാ? അനിത വന്നിട്ടില്ല. അനിത വന്നിട്ടില്ല സാറേ. ആന്റണി സക്കറിയ വന്നിട്ടില്ല. അലക്സ് വന്നിട്ടില്ല. അനന്ത പത്മനാഭൻ വന്നിട്ടില്ല.
ക്ലാസ്സിലെ വിദ്യാർത്ഥികളല്ലാത്തവർക്കും ക്ലാസ്സിൽ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Now those who want to leave the class may go out, please. വാടാ. സാർ പുതിയ ആളായതുകൊണ്ട് ഞങ്ങളെ ഒന്നും ശരിക്കറിയില്ല. താമസിയാതെ മനസ്സിലാവും. ഞങ്ങളിപ്പോ പുറത്തു പോകുന്നത് സാറിനെ പേടിച്ചോ ബോർഡിൽ ഇത് എഴുതി വെച്ചതുകൊണ്ടോ അല്ല. ഞാൻ ഈ ക്ലാസ്സിൽ തന്നെയാ. ബഹളം ഉണ്ടാക്കണമെന്നോ പഠിക്കണമെന്നോ തോന്നുമ്പോ വരാം. പിന്നെ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണമെന്ന് സാർ പഠിച്ചു വെക്കുന്നത് നല്ലതാ. വരട്ടെ. Hey, this way. Hey, hello. Hey, this way. ഇതല്ലേ വന്ന വഴി? വന്ന വഴിക്കൊന്നും പോകാൻ പറ്റില്ല സാറേ. May I come in, sir? Yes, come in. Thank you, sir. Your name? വിനയൻ. 12 അപ്പം 2 മുട്ടക്കറി 2 ബുൾസ 2 പാല് 2 പഴം. 14 റുപ്യ 50 പൈസ. എന്റെ പറ്റിലെഴുതിക്കോ തങ്ങമണി. പറ്റിലെഴുതി ഈ തല്ലിപ്പൊളികൾ എന്നെ പറ്റിക്കാണല്ലോ എന്റെ ഗുരുവായൂരപ്പാ. ദീസ് പീപ്പിൾ ആർ ക്രെഡിറ്റിംഗ് മീ. ഈ കുന്തോടെ തൂക്കിയാലെങ്കിലും കടം പറയില്ല എന്ന് കരുതി. ഇപ്പൊ കടവും അപകടവും രണ്ടും എനിക്ക് തന്നെയാ. പിന്നെ എന്തൊട്ട് കോപ്പിനായത്. കുഞ്ഞുണ്ണേ, കുഞ്ഞുണ്ണേ, ഇങ്ങോട്ട് വന്നേട്ടാ. എന്താട്ടാ? നിന്റെ ഈ മരം മോന്തമ്മ 2 പെടയാ പടച്ചാലുണ്ടല്ലോ. നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെ തലമണ്ടക്കകത്ത് എന്തോട്ടാ പോത്തെ ചേറ. കാശ് തരാത്തോടത്ത് വില കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നിനക്ക് പറഞ്ഞൂടാ ശവി. അത് ചേട്ടനല്ലേ ഓരോരുത്തർ വരുമ്പോ ആവശ്യമുള്ളത് കൊടുക്കാൻ പറയണേ. അതൊരു ബിസിനസ് ട്രിക്കാണ്. ഞാൻ കൊടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് നീ കടം പറയണം. അൽക്കുലത്തുകൾക്കൊക്കെ അന്തവും കുന്തവും ഇല്ലാണ്ട് ചോദിക്കണതൊക്കെ കൊടുക്കാൻ നിൽക്കുക. ഇവറ്റകളുടെ അടുത്ത് അത്രയ്ക്കോട്ട് അല്ലതാനും എന്നാ അത്രയ്ക്കോട്ട് ഇല്ലതാനും എന്ന മട്ടിൽ നിൽക്കണ്ടോ കമ്മാലി. സ്ഥലവും ഗ്യാസും വെറുതെ കിട്ടുമ്പോ ലാഭമുള്ളത് കരുതിയാ ഞാൻ ഈ കണ്ടി തുടങ്ങിയ. ഇപ്പൊ പറ്റു കൊടുത്തില്ലെങ്കിൽ തല്ലും. പറ്റിയ കാശ് ചോദിച്ചാ തല്ലും. സ്റ്റീൽ ഗ്ലാസ് കണ്ടാ കട്ടോണ്ട് പോവും. അത് മാറ്റി കുപ്പി ഗ്ലാസ് ആക്കിയപ്പോ സമരത്തിനും അടിപിടിക്കും എടുത്തോണ്ട് പോയി എറിയും. ഇനി ചിരട്ടെ കൊടുക്കാൻ ചായ. കുഞ്ഞുണ്ണേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണ്ടടാ. ഇവറ്റകള് കാരണം ഞാൻ തെണ്ടും. 100 ഐസാണ്. നിങ്ങളെ രാവിലെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. കുഞ്ഞുണ്ണേ, സാറന്മാർക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്ക, തിന്നട്ടെ. കണ്ണിലാ കരടാ പോയി. എന്തൊട്ടാ അതും പോയി.